ഞാൻ അങ്ങയെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഞാൻ അങ്ങയെ അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ്, ഏതാണ്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ബ്രദർ ബെന്നി പുന്നത്തറ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ബ്രദർ, ജോലി രാജിവെക്കുന്നു. ബാങ്കിലെ ജോലി രാജിവെക്കുകയാണ്. ഞാൻ അന്നേരം എൻ്റെ ബുദ്ധിയിലിരുന്ന് ചിന്തിച്ച്, ദൈവമേ, നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി ഈ ബ്രദർ എന്തിനാണ് രാജിവെച്ചതെന്ന് എൻ്റെ മനസ്സിൽ പല പ്രാവശ്യം ഇങ്ങനെ ചിന്ത പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുകയാണ്, ഷാലോം ടെലിവിഷൻ, ഷാലോം മാസിക, ഷാലോം പത്രം, ഷാലോം ടൈഡിങ്സ് തുടങ്ങി എന്തെല്ലാം പരിപാടികൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനിയും എന്താണ്ടൊക്കെ വരാൻ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് കർത്താവിൻ്റെ പുറകെ ഈ മനുഷ്യൻ ഇറങ്ങുമ്പോൾ ഈ മനുഷ്യനെ നോക്കി ദൈവം പറയാണ്, ബെന്നി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, നീ ഒരു അനുഗ്രഹമായി മാറും. I will bless you and you will be a blessing. You will be a channel of my blessing. നീ എൻ്റെ അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി മാറും. ഇവിടെ ഇരിക്കുന്ന ലോകം മുഴുവൻ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനോടും മകളോടും കർത്താവ് പറയുകയാണ്, വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പൈപ്പിലൂടെ ഒഴുകി വരുന്നത് പോലെ നിങ്ങളിലൂടെ ഓരോരുത്തരിലൂടെയും ഞാൻ എൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന നാളുകൾ വരുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഒരു ഡോക്ടറാകുമെന്നൊന്നും അന്ന് സ്വപ്നത്തിൽ വിചാരിച്ചൊരു കാര്യമല്ല. ഒരു സൈക്കിളാണ് ഞങ്ങളുടെ വീട്ടിൽ ആകപ്പാടുണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂട്ടർ പോലും ഇല്ലാതിരുന്നൊരു വീടാണ് എൻ്റെ വീട്ടിൽ. ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കടന്നു വരുന്നത് വലിയ വിവരമില്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും ആപത്തുകളിൽ നിന്ന് ദൈവം രക്ഷിച്ച് അനുഗ്രഹിക്കുന്ന ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നു. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ദൈവമേ, എത്രയോ അത്ഭുതകരമായ വഴിയിലൂടെ നീ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. ഹല്ലേലൂയ. ജോൺ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ സ്വാർത്ഥനായി ജീവിക്കരുത്, പകരം നിന്റെ ശബ്ദവും ആരോഗ്യവും എല്ലാം നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കി കളയണം. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഇവിടെ ഇരുന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കണം, കർത്താവെ, അങ്ങനെ അനുഗ്രഹിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും മരുമക്കളും ചെറുമക്കളും മാത്രമായിരിക്കില്ല, കണ്ണുനീരോടുകൂടെ ഞാൻ കണ്ടുമുട്ടുന്ന കുറേ പേരുടെയെങ്കിലും കണ്ണുനീര് തുടയ്ക്കാൻ എൻ്റെ സമ്പത്ത് വിനിയോഗിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, അങ്ങനെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചാൽ, എൻ്റെ കടബാധ്യത മാറ്റിത്തന്നാൽ ഞാൻ സ്വാർത്ഥതയോടെ ജീവിക്കുകയില്ല. കുറെ പേരുടെയെങ്കിലും, ഒരു 4 പേരുടെയെങ്കിലും കണ്ണുനീര്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് എന്നോട് പലരും വന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ജോൺ, ഇതെല്ലാം പഴയ നിയമത്തിലല്ലേ ഈ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ദൈവം എവിടെയെങ്കിലും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അനേകർ ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നല്ല പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സ്ഥലത്ത് ദൈവം വചനം പറഞ്ഞിരിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം കേൾക്കട്ടെ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 2-ാമത്തെ വാക്യം, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ അഭിവൃദ്ധിപ്പെടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ധ്യാന അവസരത്തിൽ, ധ്യാനത്തിൻ്റെ അവസാനം കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു ചെറുപ്പക്കാരിയായ സഹോദരി കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ ചോദിച്ചു, മോളെ എന്താണ് നിനക്ക്? വളരെ ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, കേരളത്തിലെ ഒരു സ്ഥലം പറഞ്ഞു, വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ, അതായത് ഒരു ഓലക്കുടിലിൽ, ഒറ്റ മുറി മാത്രമുള്ള ഒരു ഓലക്കുടിലിൽ അപ്പനും അമ്മയും 4 പെൺമക്കളും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഈ അപ്പൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും, അദ്ദേഹം കായലിൽ പണിക്ക് പോകും. പക്ഷെ 4 മണിക്ക് അപ്പൻ എഴുന്നേക്കും, അമ്മ എഴുന്നേക്കും, അമ്മ കട്ടൻ ചായ ഇടും.
4:30 മണിയാവുമ്പോൾ 4 പെമ്മക്കളെയും, അവർ 4 പേരും ഓരോ വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ, 4 പേരെയും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഉറക്ക ചടവ് കൂടി അന്ന് അമ്മച്ചിയെ പ്രാകും. ഈ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ 4:30 മണിയാകുമ്പോൾ തിരുഹൃദയ പടത്തിന്റെ മുമ്പിൽ 2 മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. മാതാവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. 4 പെൺകുട്ടികളും അപ്പനും അമ്മയും മുട്ടിന്മേൽ നിൽക്കും. ജപമാല കരങ്ങളിൽ എടുക്കും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു 53 മണിജപം അങ്ങോട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചൊല്ലും. മുട്ടുമേൽ നിന്ന് ചൊല്ലിക്കോണം. ഇത് കമ്പൽസറി ആയിട്ടൊരു ഓർഡറാണ്. ആദ്യമൊക്കെ ഒത്തിരി ദേഷ്യം വരുമായിരുന്നു, ഈ സഹോദരി പറയാ. പക്ഷേ പിന്നീട് അത് വലിയൊരു അനുഭവമായി മാറി. തൊട്ടടുത്തുള്ള വീട്ടുകാരി അപ്പനോടും അമ്മയോടും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഈ 2.5 വയസ്സും 3.5 വയസ്സും 4.5 വയസ്സും 5.5 വയസ്സും ഒക്കെ ഉള്ള നിങ്ങളെ രാവിലെ 4:30 മണിക്ക് എഴുന്നേപ്പിച്ച് മുട്ടുമേ നിർത്തി ജപമാല ചൊല്ലിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഒരു ഉത്തരവും അപ്പനും അമ്മയും പറഞ്ഞില്ല. വളരെ പാവപ്പെട്ടവരായ അവര്. കാലം കടന്നുപോയി, ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ 4:30 മണിക്ക് ഉറക്കൊഴിഞ്ഞിട്ട് എന്ത് കിട്ടി? മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 5 മണിക്ക് ജപമാല തീരും. 6:45 വരെ പിള്ളേർ പഠിച്ചോണം. 6:45 ഒരുങ്ങി പള്ളിയിൽ പോയിക്കോണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളവർ സ്വീകരിക്കണം. അല്ലാത്ത കൊച്ചുങ്ങളും പള്ളിയിൽ പോകണം. ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഒരു അത്ഭുതമായി മാറി. ഇവരുടെ വീടാണെങ്കിലോ ഓല വീടാട്ട് തന്നെ നിൽക്കുന്നു. ഈ സഹോദരി പറയാണ്, കാലം കടന്നുപോയി, 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്ക് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രി ചേർന്നു. അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് ചേർന്നു. നേഴ്സിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അനേകം നല്ല വ്യക്തികൾ സഭയിൽ നിന്ന് തന്നെ കുറേ പേര് സഹായിച്ചു. ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സൊക്കെ കുറേ സഹായിച്ചു. നല്ല മനുഷ്യർ സഹായിച്ചു. ആദ്യത്തെ ആള് നേഴ്സിങ്ങിന് പോയി. കൃത്യം അടുത്ത ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. 3ാമത്തെ ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. 4ാമത്തെ ആളും ഇതുപോലെ തന്നെ നേഴ്സിങ്ങിന് പോയി. അപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, 4 പേരെയും കൂടെ നേഴ്സുമാരാക്കിയിട്ട് നിങ്ങൾ എന്നാ ചെയ്യാൻ പോവാണ്? ഇവരെ കല്യാണം കഴിക്കാനായിട്ട് ഇനി എന്നാ ചെയ്യും? വല്ലവനെയും പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ? ജോലിയുള്ള ഒരുത്തനെ കെട്ടിക്കണ്ടേ? ഇതാ ടാ. ഈ ടാറ്റാ ഒന്നും അവർ ഉത്തരം പറയാനായിട്ട് പോയില്ല. പ്രിയപ്പെട്ടവരെ, അവര് അന്നും നേഴ്സിംഗ് സ്കൂളിൽ, ഈ മകൾ എന്നോട് പറയാണ്, ഡോക്ടറെ, നേഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും വെളുപ്പിനെ 4:30 മണിക്ക് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് എൻ്റെ റൂംമേറ്റ് പലപ്പോഴും എന്നെ പരിഹസിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് 4:30 മണിക്ക് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി എൻ്റെ അപ്പനും അമ്മയ്ക്കും സന്തോഷത്തോടെ മരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്തു പറ്റിയെന്നറിയാമോ? കാലം കടന്നുപോയി. 4 പേരും അത്ഭുതകരമായി വിദേശത്ത് എത്തിച്ചേർന്നു. ഓരോ രാജ്യങ്ങളിലെ പരീക്ഷ, IELTS പോലുള്ള പരീക്ഷകൾ എത്തിച്ചേർന്നു. ഈ മകൾ, എന്നോട് സംസാരിച്ച മകൾ ഇംഗ്ലണ്ടിൽ, തൊട്ടടുത്ത മകൾ അമേരിക്കയിൽ, 3ാമത്തെ മകൾ ജർമ്മനിയിൽ, 4ാമത്തെ മകൾ ഓസ്ട്രേലിയയിൽ. 4 പേര് നേഴ്സാണ്. എന്നിട്ട് ഈ മകൾ കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും കേരളത്തിൽ ഇല്ല എന്ന് പറയാം. 6 മാസം അവർ 2 പേരും കൂടെ അമേരിക്കയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ജർമ്മനിയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ഓസ്ട്രേലിയയിൽ, 6 മാസം അവർ 2 പേരും കൂടെ ഇംഗ്ലണ്ടിൽ. ഓരോ മക്കള് അവരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. കാരണം അവരെ കല്യാണം കഴിച്ചിരിക്കുന്ന നല്ല പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ജീസസ് യൂത്തിലൂടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ 4 ചെറുപ്പക്കാരി മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ട് അവരുടെ കുടുംബജീവിതം സ്വർഗമാണ്. ഇന്ന് ആ നാട്ടിൽ 2 നില വീട് ആ ഗ്രാമത്തിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. കാറുള്ള ആ ഗ്രാമത്തിലെ ഏക വീട് ഇവരുടെ വീടാണ്. അന്ന് പരിഹസിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ പ്രായമായി. അവരിപ്പൊ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ചുമ്മാതാണോ അന്ന് 4:30 മണിക്ക് 2.5 വയസ്സും 3.5 വയസ്സും 4.5 വയസ്സും 5.5 വയസ്സും ഉള്ള നിങ്ങളെ കുത്തിപ്പൊക്കി മുട്ടിന്മേൽ നിർത്തി ജപമാല ചൊല്ലിച്ചപ്പോൾ നമ്മൾ നാട്ടുകാർ പരിഹസിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ കുടുംബത്തെ നോക്കി കൈയടിച്ചു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായിട്ട് 1ാമത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ഹല്ലേലൂയാ. എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഇന്ന് രാത്രിയിൽ ഉറക്കം വന്നിട്ടും ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് വേറെ സിനിമ കാണാമായിരുന്നിട്ടും നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഉണർന്നിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, ജപമാല ചൊല്ലുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറയാണ്, എന്നെ മാനിക്കുന്ന എൻ്റെ മക്കളെ, എന്നെ ബഹുമാനിക്കുന്ന എൻ്റെ മക്കളെ, എന്നെ ആദരിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളെ ആദരിക്കും. എൻ്റെ കരം നിങ്ങളുടെ മേൽ നീണ്ടുവരും. അന്ന് ഞാൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. I will stretch out my hand and I will bless you. ഞാൻ എൻ്റെ കരം നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ജനമേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്.
നമുക്ക് ഒരു ബലം പിടുത്തം വേണം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. നമ്മൾ സീറോ മലബാർ കുർബാനയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. ആരാണ് ഈ യാക്കോബ്? ഉൽപ്പത്തി 32:26, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു കടന്ന് ബലം പിടുത്തം നടത്തിയവൻ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കൊരു മോളേ ഉള്ളൂ. അവൾ വളരെ കൊച്ചായിരുന്ന സമയത്ത് ഞാനും അവളും കൂടെ, ഭാര്യ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കാണും, ഡ്യൂട്ടി ടൈം മാറി വരും. അപ്പോൾ അവൾക്ക് 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനും അവളും കൂടെ ഈ ഒളിച്ചോടിപ്പിടുത്തം കളിക്കും, സാറ്റ് കളിക്കും, എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ, ഒളിച്ചു കളി. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും, അവൾ എന്നെ വന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഇതാണ് കളി. പക്ഷെ ഞാൻ ഈ ഒളിച്ചിരിക്കുന്ന സമയത്തെല്ലാം ഞാനൊരു കാര്യം ശ്രദ്ധിക്കും, എൻ്റെ മോൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്തെ ഞാൻ ഒളിച്ചിരിക്കത്തുള്ളൂ. എനിക്കറിയാം അവൾക്ക് ആകെപ്പാട് 2 വയസ്സേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോയിരുന്ന എൻ്റെ മോള് കളി തോക്കും. എൻ്റെ ആഗ്രഹം, എൻ്റെ മോള് കളിയിൽ തോൽക്കാൻ പാടില്ല, ഞാൻ തോൽക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, എൻ്റെ മോൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി ഒളിച്ചിരിക്കും. അങ്ങനെ എൻ്റെ മോൾ ആദ്യം സോഫ, കട്ടില്, ഡൈനിങ് ടേബിള്, അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അവൾ ഒരു കർട്ടൻ വന്നിങ്ങനെ മാറ്റും. ആ പപ്പായ കിട്ടിയേ, പപ്പായ കിട്ടിയേ എന്ന് പറയും. ഞാനും മോളും കൂടെ കെട്ടിപ്പിടിക്കും, കുറച്ചു നേരം അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു നിൽക്കും. ഈ നിമിഷം ആ കളിയുടെ ക്ലൈമാക്സ് ആണ് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ നിമിഷമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, സത്യമായും ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പക്ഷെ എവിടെ യാക്കോബുമാരുണ്ടോ, എവിടെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ദൈവത്തിന്റെ മുഖം തേടുന്നോ അവരുടെ മുൻപിൽ തോറ്റു തരാൻ സ്വർഗത്തിലെ പിതാവിന് സന്തോഷമാണ്. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ നമ്മൾ തീരെ ചെറുതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം മറഞ്ഞിരുന്നാൽ നമുക്കൊരിക്കലും ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ, ദൈവം ഒളിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുമ്പോൾ കർത്താവ് വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് ജെറമിയ 29 പറയുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ഞാൻ ഈ കർട്ടന്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്, നീ എന്നെ കണ്ടെത്തും. തോറ്റു തരുന്ന ദൈവം. യാക്കോബ് ജയിച്ചതല്ല, ദൈവം തോറ്റു കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് ദൈവത്തോട് ഒരിക്കലും ജയിക്കാൻ പറ്റുകയില്ല, ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം യാക്കോബിന്റെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ലോകത്തിന്റെ അവസാനം വരെ കുർബാനകളിൽ നിന്റെ പേര് പറയാൻ ഞാൻ ഇടയാക്കും. നിന്റെ കുടുംബത്തിലൂടെ എൻ്റെ പുത്രൻ കടന്നു വരികയും ചെയ്യും. ഇന്ന് രാത്രിയിൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല എന്ന് പറയുന്ന ഓരോ മകനെയും മകളെയും നോക്കി ദൈവം പറയാൻ, മറഞ്ഞിരിക്കുന്ന ഞാൻ പുറത്തേക്ക് വരും. രണ്ടാമത് യാബസ് പ്രാർത്ഥിച്ചത് ഇതാണ്, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നമ്മുടെ അതിര് വിസ്തൃതമാക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു അനുഗ്രഹം എല്ലാ വശത്തേക്കും നമുക്കുണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബത്തിലെ പരസ്പര സ്നേഹം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മക്കൾ എല്ലാ വിധത്തിലും നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണം. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യെശയ്യാ 54-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ നീ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുക, നീ ഇരുവശത്തേക്കും അതിരെ ഭേദിച്ച് വ്യാപിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളിൽ ഞാനൊരു സാക്ഷ്യം വായിച്ചു, വളരെ മനോഹരമാണ്. പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു പഴയ പട്ടാളക്കാരൻ. ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോയി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഈ സമയത്ത് മക്കളെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം കുട്ടികളുടെ വാർഷികമാണ്, അതിന് ഇദ്ദേഹത്തിൻ്റെ മക്കൾ പാടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഏറ്റവും പഴയ ഉടുപ്പിട്ട് നിന്ന് പാടുകയാണ്. ഇദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ കടന്നു ചെന്നപ്പോൾ ബാക്കി കുട്ടികളുടെ ഒക്കെ മാതാപിതാക്കള് വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് കാറിലും സ്കൂട്ടറിലും ഒക്കെ കടന്നു